നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ വളരെ പ്രതീക്ഷയോടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് സംരംഭക വർഷം പദ്ധതി. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു മാസത്തിന്റെ തിരക്കിനിടയ്ക്കും പ്ലാഗേഴ്സിന്റെ നല്ലൊരു പറഞ്ഞിട്ടുള്ള MSME പ്രൊഡക്റ്റുകൾ ഡിസ്കസ് ചെയ്യാനും സംരംഭകർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സംരംഭങ്ങൾ കൂടുതലായി തുടങ്ങുന്നതിന് വേണ്ടി വ്യവസായ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ വലിയ ഇടപെടലാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ബാങ്കുകൾ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ വലിയ ഇടപെടലാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വളരെ നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ഈ ചടങ്ങ് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പം സംരംഭകർ എന്ന രീതിയിൽ നമുക്കറിയാം, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സാണ് ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ പലർക്കും ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണോ, അങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് സബ്സിഡി കിട്ടുന്ന ലോണുകളുണ്ട്. നമ്മുടെ സ്വന്തമായിട്ട് സെൽഫ് എംപ്ലോയ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയി പറ്റുള്ളൂ. അപ്പൊ അത് DIC ചെയ്യുന്ന പോലെ ഇത്തരം മീറ്റിങ്ങുകൾ ഇതെല്ലാം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ബാങ്കിന്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സംരംഭത്തിന്റെ വ്യക്തമായ ധാരണയോടുകൂടി ബാങ്കുകൾ സമീപിക്കാം. പ്രോപ്പർ പ്രോജക്റ്റുകൾ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. മാനേജറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ക്വറി വന്നാൽ അവരെ അത് കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രോജക്റ്റ്. നമുക്ക് ഒരു മാസത്തെ അടവ് തുടങ്ങി അത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത മാസത്തേക്കുള്ള കൂട്ടി അടയ്ക്കാനുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ബാങ്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴും അങ്ങനെ സ്കീം ഉണ്ടെന്ന് ഇത്രയും വർഷം കഴിഞ്ഞുള്ള ഞങ്ങൾ പോലും അറിയുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം വന്നതിന് വളരെ നന്ദിയുണ്ട്. ഇന്ത്യയിലുള്ള 144 കോടി ജനങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഇൻഷുറൻസാണ് PMSBY എന്ന് പറയും. കേവലം 20 രൂപയ്ക്ക് പോയത് മാത്രം നിങ്ങൾക്ക് അപകടം മൂലം മരണം സംഭവിക്കുകയോ തത്തുല്യമായ ആരോഗ്യം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനിക്ക് അല്ലെങ്കിൽ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. രണ്ടാമത്തെ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയാണ്. നോർമൽ ഡെത്തിന് വരെ നമുക്ക് 2 ലക്ഷം രൂപ നമ്മുടെ ആശ്രിതർക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണ്. വർഷം 536 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ പിടിക്കുന്നത്. ഈ വ്യവസായ വകുപ്പിന്റെ ഈ പദ്ധതികൾ കൂടാതെ ഇപ്പൊ വെയർഹൗസ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് AMI എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ സബ്സിഡി